പുതിയ കുക്ക് വന്നിട്ട് എത്ര ദിവസമായി? ഒരാഴ്ച. ഇവിടുത്തെ കുക്ക് കുറച്ചു ദിവസം ലീവ് എടുത്തപ്പോ അവര് തന്നെ പകരം അയച്ചതാ. നിങ്ങൾ സാധാരണ കഴിക്കുന്നതിൽ നിന്ന് മാറി മറ്റെന്തെങ്കിലും കഴിച്ചോ? പുതിയ കുക്കിന് നോൺ വെജ് മാത്രമേ ഉണ്ടാക്കാൻ അറിയൂ. 3 നേരം നോൺ വെജ് ആണോ നിങ്ങൾ കഴിക്കുന്നത്? ഒരാഴ്ചയായി അങ്ങനെയാ, വേറെ വഴിയില്ലല്ലോ. സ്റ്റൊമക്ക് അപ്സെറ്റ് ആയ ബോഡി മുഴുവനും അത് ബാധിക്കും. സീതയ്ക്ക് തൽക്കാലം കുഴപ്പമൊന്നുമില്ല, മെഡിസിൻ ഒന്നും വേണ്ട. വയറ്റിൽ പിടിക്കുന്ന എന്തെങ്കിലും ഫുഡ് കഴിച്ചാൽ മതി. ഡോക്ടർ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഫുഡിന്റെ പ്രശ്നമാ, സീതയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി കുറച്ചു ദിവസത്തേക്ക് സ്പൈസി ഫുഡൊന്നും കഴിക്കണ്ട. കൈലാസ്, ഡോക്ടറെ കൊണ്ടുവിടും. വേണ്ട, ഞാൻ പൊക്കോളാം. താങ്ക് യു ഡോക്ടർ. ശരി, ഓക്കെ. ആ പെണ്ണിനൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലേ. ഭവാനി ആണെങ്കിൽ വിളിച്ച ഫോണും എടുക്കുന്നില്ല. അവളെ ഇനി വേണ്ട. നിങ്ങൾ വേറെ ആരെങ്കിലും കിട്ടുമോ നോക്ക്. വീട്ടു ജോലിക്ക് ആളെ കിട്ടാനാ ഇവിടെ ബുദ്ധിമുട്ട്. പക്ഷേ കണ്ടുപിടിച്ച പറ്റൂ ഡാഡി. ഇവിടെ ഉള്ള ആളുണ്ടാക്കുന്ന ഫുഡ് ഇനി കഴിച്ചാ മമ്മി ഹോസ്പിറ്റലാവും. ചോറും സാമ്പാറും അവിയലും പച്ചടിയൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാളെ എത്രയും പെട്ടെന്ന് സംഘടിപ്പിക്കണം. ഡാഡി ഒന്ന് ശ്രമിച്ചു നോക്ക്. സർ, ചോറ് സാമ്പാറും അവിയലും ഒക്കെ ഉണ്ടാക്കാൻ എനിക്കറിയാം. പാർവതി, നീ പച്ചടിയും അവിയലും കൂട്ടുകറിയും എരിശ്ശേരിയും പുളിശ്ശേരിയും ഒക്കെ ഉണ്ടാക്കാൻ എനിക്കറിയാം. ഇവിടുത്തെ ജോലിക്കാരി തിരിച്ചു വരുന്നവരെ ഞാൻ ആഹാരം ഉണ്ടാക്കി തരാം. ഡാഡി എന്ത് പറയുന്നു? പാർവതിക്ക് ബുദ്ധിമുട്ടാവില്ലേ? എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല സർ. പാർവതി, ജോലിക്കാരി ഉണ്ടാക്കിയ ആഹാരം മേശപ്പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടെന്നല്ലേ മാഡം പറഞ്ഞത്? അതെന്താ ചെയ്യാ? അതൊന്നും പാർവതി ആലോചിക്കണ്ട. നല്ല നാടൻ ഫുഡാ മമ്മിക്ക് വേണ്ടത്. മമ്മിക്ക് മാത്രമല്ല, എനിക്കും. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. പാർവതി നാട്ടിലേക്ക് പോയത് മാഡം പറയുമ്പോഴാ ഞാൻ അറിയുന്നത്. അപ്പൊ തന്നെ ഞാൻ അവളുടെ ഫോണിലേക്ക് വിളിച്ചു, പക്ഷെ സ്വിച്ച് ഓഫാ. നമ്മളോട് ആരോടും ഒരു വാക്ക് പോലും പറയാതെ അവള് പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാ എനിക്ക്. വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഉണ്ടാവും, അല്ലാതെ നമ്മളോട് പറയാതെ പോവോ? മീര, പാർവതി നാട്ടിൽ പോയോ? സിസിലി ചേച്ചി പറഞ്ഞു. അല്ല, നിങ്ങളോട് പറഞ്ഞിട്ടാണോ പോയത്? അല്ല, മേഡത്തിനോടല്ലാതെ വേറെ ആരോടും അവളൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തീരുമാനിച്ചതായിരിക്കും. അല്ല, അവളുടെ വീട്ടിൽ എന്തെങ്കിലും വിശേഷമുണ്ടോ? വിശേഷം നടന്നത് അവളുടെ വീട്ടിലല്ല, പിന്നെ മുക്തിയും അവളും ജോലി ചെയ്യുന്ന ഗാർമെന്റ്സില്. അവിടെ നടന്ന വിശേഷം എന്താണെന്ന് ചോദിക്ക്. മോഷണം നടത്തിയ ആളെ കൈയോടെ പിടിക്കുകയും ചെയ്തു. മോഷണം മുതൽ സഹിതം. മോഷണം നടത്തിയ ആളുടെ പേരറിയണ്ടേ? പാർവതി. ദേ, പാർവതി കുറിച്ച് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഇവളുമാരും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള കളിയാണെന്ന് ആർക്കറിയാം? ചിലപ്പോ ആയിരിക്കും. അതിനുവേണ്ടിയായിരിക്കും പല റൂമുകളിൽ താമസിച്ചിരുന്ന 4 എണ്ണം കൂടി മാഡത്തിന് സോപ്പിട്ട് ഒരു മുറിയിൽ താമസാക്കിയത്. മോഷണം പ്ലാൻ ചെയ്യുന്നത് ഒരു ഈച്ച പോലും അറിയില്ലല്ലോ. വായി തോന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഞങ്ങൾക്കില്ല. നിങ്ങൾ വിശ്വസിച്ചില്ലെന്ന് വെച്ച് അവൾ ചെയ്ത മോഷണം തേഞ്ഞു മാഞ്ഞു പോവുകയില്ല. എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരുന്ന ഡ്രസ്സ് അവള് മോഷ്ടിച്ച് ഫുട്പാത്ത് കച്ചവടക്കാരന് വിറ്റു. കുറെ ദിവസമായി അവൾ ഈ പരിപാടി തുടങ്ങിയിട്ട്. പക്ഷെ ഇന്ന് കൈയോടെ പിടിക്കപ്പെട്ടു. നാട്ടുംപുറത്തിന്റെ നന്മയും ഗ്രാമത്തിന്റെ വിശുദ്ധിയുള്ള മനസ്സും തേങ്ങ കൊല. ആ മനസ്സിൽ അപ്പടി കുരുട്ടു ബുദ്ധിയാ. ഒരിക്കലും പിടിക്കപ്പെടില്ലെന്നായിരിക്കും ആ പെരുങ്കള്ളി കരുതിയത്. ഇനി അവൾക്ക് നിങ്ങളുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയോ? അതുകൊണ്ടാ ഫോൺ ഓഫ് ചെയ്ത് ആരോടും ഒന്നും പറയാതെ അവള് മുങ്ങിയത്. 4 പേർക്കും കൂടി ഒരു റൂമിൽ കൂടാമെന്നത് അവളുടെ ഐഡിയ ആയിരുന്നില്ലേ? അതും അവളുടെ ഒരു തട്ടിപ്പായിരുന്നു എന്നാ ഇപ്പൊ എന്റെ സംശയം. നിങ്ങളുടെ പെട്ടിയിൽ നിന്നും ബാഗിൽ നിന്നും ഒക്കെ ഈസി ആയിട്ട് സാധനങ്ങൾ അടിച്ചു മാറ്റാനുള്ള അവളുടെ അടവായിരിക്കണോ അത്?
നിങ്ങൾ വേഗം പോയി നിങ്ങളുടെ പെട്ടി ബാഗ് ഒന്ന് പരിശോധിക്കും. എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്ക്. വഴിയിൽ വെച്ച് പോലീസ് അവളെ പൊക്കിക്കോളും. ചെല്ല്. ഒരു പെൺകുട്ടിയെ കുറിച്ച് നട്ടാ മുളയ്ക്കാത്ത നുണകൾ പറഞ്ഞു നടക്കരുത്. പാർവതി ഗാർമെന്റ്സ് ഇന്ന് ഡ്രസ്സ് മോഷ്ടിക്കുന്നത് നീ കണ്ടോ? ഞാൻ കണ്ടു. കാണുക മാത്രമല്ല, ഫോട്ടോയും എടുത്തിട്ടുണ്ട്. എന്താ കാണണോ? എപ്പോഴും എല്ലാവരുടെയും മുന്നില് മുഖം നിറയെ ക്യൂട്ട്നെസ് വാരി തേച്ചിടപെടുന്ന പാർവതിയുടെ മുഖം കണ്ടില്ലേ? പക്ക ക്രിമിനൽ തന്നെ, റിയൽ ഫ്രോഡ്. പാർവതിയോടുള്ള നിന്റെ ശത്രുത ഞങ്ങൾക്ക് അറിയാത്തതൊന്നും അല്ല. ഇത് നിന്റെ നാടകമാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഞങ്ങൾക്കുണ്ട്. നിനക്കോ ബുദ്ധിയോ? നിനക്ക് 10 പൈസയുടെ ബുദ്ധിയില്ലാന്ന് ഞാൻ പറയും. ബുദ്ധിയുണ്ടെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അവള് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് എന്റെ ഡ്രാമയാണെങ്കിൽ നിങ്ങളെ ആരെയും ഫേസ് ചെയ്യാൻ ധൈര്യമില്ലാതെ അവൾ ഇവിടുന്ന് എന്തിനാ മുങ്ങിയത്? ഇവളോടൊന്ന് സംസാരിക്കാൻ നിൽക്കണ്ട, വാ നമുക്ക് പോവാം. അങ്ങനെ അങ്ങ് പോയാലോ? ആ പേരും കള്ളിയുടെ ബലത്തില് നിങ്ങൾ എന്നോട് കോർക്കാൻ വന്നിട്ടില്ലേ? അവൾക്ക് കൊടുക്കണ്ട ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ നിങ്ങള് എന്നോട് സോറി പറഞ്ഞിട്ട് പോയാ മതി. മുക്ത, നീ കാരണം ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ? പ്രശ്നം ഉണ്ടാക്കിയ ഞാനല്ല മാഡം, ദേ ഇവരാ. പാർവതി ഇവള് കള്ളിന്ന് വിളിച്ചു മാഡം. അവള് കള്ളി തന്നെയാ മാഡം, ഞാൻ ദൃക്സാക്ഷിയാ. മുക്ത, ഞാൻ കള്ളം പറഞ്ഞതല്ല മാഡം. എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത് പാർവതിയാ. പാർവതിയോ? അതെ മാഡം, നിങ്ങൾ എല്ലാവരും നല്ല കുട്ടിയെന്ന് പട്ടം ചാർത്തി കൊടുത്ത അതേ പാർവതി. അതുകൊണ്ടായിരിക്കും കൈലാസ് വെപ്രാളപ്പെട്ട് അവളെ അന്വേഷിച്ചു വന്നത്. കൈലാസ് അവളെ അന്വേഷിച്ച് ഇവിടെ വന്നെന്നോ? ആ, എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് ചെല്ല്. വാടി. അവള് വെറുതെ പറഞ്ഞതാ മാഡം. പാർവതി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. അവള് പറയുന്നതൊന്നും മാഡം വിശ്വസിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ റൂമിലേക്ക് പൊയ്ക്കോ. എന്താ ആരൊന്നും പറയാത്തത്? ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ലെന്നോ? ഓരോ കറിയുടെയും ടേസ്റ്റ് ഞാൻ ആസ്വദിക്കായിരുന്നു. സത്യം പറയാലോ പാർവതി, കുറെ കാലത്തിന് ശേഷമാ ഇത്രയും രുചിയുള്ള ആഹാരം ഞാൻ കഴിക്കുന്നത്. നാടൻ ഫുഡിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലാവുന്നേ. അല്ല, പാർവതിയുടെ ഫുഡിനെ കുറിച്ച് സീത എന്താ ഒന്നും പറയാത്തത്? മമ്മിക്ക് ഇഷ്ടമായില്ലേ? കൊള്ളാം, നന്നായിട്ടുണ്ട്. അത് പാർവതിയോട് തന്നെ പറഞ്ഞൂടെ? അതല്ലേ എന്റെ ഒരു മര്യാദ. കൊള്ളാം പാർവതി, എല്ലാം നന്നായിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചാ പറ്റില്ല എന്ന് പാർവതി പറയരുത്. എന്താ മാഡം? ഭവാനി ഇനി എപ്പോഴാ വരിക എന്ന് പറയാൻ കഴിയില്ല. വീട്ടുജോലിക്ക് ആളെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുവാ. കിട്ടിയ തന്നെ അത്ര നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയണമെന്നില്ല. പാർവതിക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് കുക്ക് ചെയ്ത് തരാൻ പറ്റുമോ? മമ്മി, സീതെ, നീ എന്തായി പറയുന്നത്? പാർവതി നമ്മുടെ ഗാർമെന്റ്സിലെ എംപ്ലോയി ആണ്, അല്ലാതെ വീട്ടുജോലിക്കാരിയല്ല. ഞാൻ ചോദിച്ചതിൽ എന്തെങ്കിലും തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ശമ്പളത്തിന് വേണ്ടിയല്ലേ ഗാർമെന്റ്സിൽ ജോലി ചെയ്യുന്നത്? ആ ശമ്പളം ഞാൻ കൊടുത്താ പോരെ? സീതെ, ശമ്പളം മാത്രമല്ല കാര്യം. ടൈലർ ജോലിക്കായാണ് ഇവളുടെ നാടും വീടും വിട്ട് ഈ ടൗണിൽ വന്നത്. ആ ജോലി ചെയ്യുന്നതിന്റെ സന്തോഷവും തൃപ്തിയും അടുക്കളപ്പണി ചെയ്താൽ കിട്ടുമോ? നിന്റെ അവസ്ഥ കണ്ട് വിഷമം തോന്നിയിട്ടാ പാർവതി നിനക്ക് നല്ല ആഹാരം ഉണ്ടാക്കി തന്നത്. അത് മനസ്സിലാക്കാതെ നീ പാർവതിയോട് അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. വളരെ മോശമായിപ്പോയി. വീട്ടുജോലിക്ക് നല്ലൊരാളെ വെക്കാം മമ്മി. അതൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ?
മറ്റൊരാളെ കിട്ടുന്നവരെ നമ്മൾ എന്ത് ചെയ്യും അതുകൂടി പറ.